പക്ഷേ നമ്മളിൽ ഒരാളാണ്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. നമ്മൾ കാലാകാലങ്ങളിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സമര പരിപാടികൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും രാമൻകുട്ടി സാറുണ്ട്. ഞങ്ങളിവിടെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സമരങ്ങളാണ് കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിയത്. അതിൻ്റെ എല്ലാ മുഖങ്ങളിലും രാമൻകുട്ടി സാറുണ്ടായി. അവസാനം നമ്മുടെ കഴിഞ്ഞ മാസം 29-ാം തീയതി സ്റ്റുഡൻറ് സെന്ററിൽ നടന്ന നമ്മുടെ ജില്ലാ സമ്മേളനം, അതിൽ PK പവിത്രന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് നടന്ന അതായത് ജന്മശതാബ്ദി സമ്മേളനം, അതിൽ പങ്കെടുത്തുകൊണ്ട് രാമൻകുട്ടി സാർ നമ്മളോട് സംസാരിച്ചു. അന്ന് കാണുമ്പോൾ വളരെ ഊർജ്ജസ്വലനായി, വളരെ സ്നേഹത്തോടുകൂടി, സാധാരണ കാണുന്ന ആർജവത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം നമ്മോട് ബന്ധപ്പെട്ടത്. എപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ, ഇസാഖ് പറഞ്ഞതുപോലെ, എപ്പോഴും നിറഞ്ഞ ചിരി, പ്രൗഢമായ ആ നടത്തം, ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു രാമൻകുട്ടി സാർ. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് കോൺഗ്രസ് എസുമായി ബന്ധപ്പെട്ട, ഞാൻ വളരെ കാലം കോൺഗ്രസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം അന്നുണ്ടായിരുന്നു. പിന്നീട് രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. അതൊക്കെ ആണെങ്കിലും അദ്ദേഹം ഈ 100% ഈ പറയുന്ന ഒരു കാര്യത്തിലും അങ്ങനെ ഇൻവോൾവ്. അദ്ദേഹം ഈ മേഖലകളെയൊക്കെ, രാഷ്ട്രീയ മേഖലയായാലും തന്നെ മറ്റ് സാമൂഹിക മേഖലകളിലായാലും വ്യാപരിക്കുന്നത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനം, അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട. ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം നോക്കിയിരുന്നത്. അദ്ദേഹം സർവീസിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ആദ്യം NGO യൂണിയനും പിന്നീട് ജോയിന്റ് കൗൺസിലും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് തിരസ്കരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സംഭവ മഹാസഭ അതിന്റെ സംസ്ഥാന നേതാവായി വളരെ കാലം അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷെ ഒരു ജാതി സംഘടനയെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന് യാഥാർത്ഥ്യത്തേക്ക് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അംബേദ്കർ പറഞ്ഞ ജാതിക്കെതിരെയുള്ള സമരം വിജയിക്കണമെങ്കിൽ അത് മതത്തിനെതിരെയുള്ള സമരമായി മാറണം. അതുകൊണ്ടാണ് അംബേദ്കർ ഹിന്ദുമതം വിട്ട് ബുദ്ധമതത്തിലേക്ക് ആളുകളെ പോകാൻ പറഞ്ഞത്. കാരണം ബുദ്ധമതത്തിൽ ജാതിയില്ല. അവൻ ഹിന്ദുവായിരിക്കുമ്പോഴാണ് ഈ ജാതിയും ജാതി വ്യത്യാസങ്ങളും അവനെ അടിച്ചമർത്തുന്ന നിലപാടുകളും ഉള്ളത്. അതുകൊണ്ടാണ് അംബേദ്കർ മതം മാറുവാൻ അല്ലെങ്കിൽ ബുദ്ധമതത്തിലേക്ക് മാറുവാൻ വേണ്ടിയുള്ള കാരണം. അപ്പൊ അതിന്റെ ഒരു പാത തന്നെയാണ് രാമൻകുട്ടി സാറും പിന്നീട് സ്വീകരിച്ചത്. നമുക്കറിയാം, കേരളത്തിൽ CV കുഞ്ഞിരാമനും കേരളമുദിയും ഒക്കെ ആ ഒരു മേഖലയിൽ ഒരു സമയത്ത് മുന്നോട്ട് പോയവരാണ്. പക്ഷെ അതൊന്നും നമ്മുടെ കേരള സമൂഹത്തിൽ അങ്ങനെ കാര്യമായ ഒരു പരിവർത്തനമോ അല്ലെങ്കിൽ കാര്യമായ സ്വാധീനമോ ചെലുത്തിയില്ല. ആ സാഹചര്യത്തിൽ പോലും രാമൻകുട്ടി സാർ ബുദ്ധമതത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തിരുവനന്തപുരത്ത് അദ്ദേഹം വിളിച്ചുകൂട്ടിയ വലിയൊരു സമ്മേളനമാണ് നടന്നത്. ഒരുപാട് ആളുകളെ, ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം അടിസ്ഥാനപരമായി ഞാൻ ഈ പറഞ്ഞതുപോലെ ജാതിയും അല്ലെങ്കിൽ ജാതി ഉണ്ടാക്കുന്ന അതിന്റെ പ്രശ്നങ്ങൾ സമഗ്രമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്
നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഈ പത്രപ്രസ്താവനയിൽ പോലും അദ്ദേഹം പഴയത്തെ ഒരു ജാതി സംഘടനാ വക്താവ് എന്നുള്ള നിലയിലൊക്കെ പല പത്രങ്ങളിലും കാണും. ദുഃഖകരമാണ്. അദ്ദേഹം കളഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം അതിൽ നിന്ന് മുന്നോട്ട് പോയി. അങ്ങനെയാണ് അദ്ദേഹം ബൗദ്ധ ദർശനത്തിലേക്കും അവിടെ നിന്നുകൊണ്ടാണ് യുക്തിവാദത്തിലേക്കും അദ്ദേഹം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, യുക്തിവാദം അദ്ദേഹം പഠിക്കുകയായിരുന്നു ഞങ്ങളുടെ മേഖലകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്ത് സംഘത്തിൽ അങ്ങനെ കൂടുതൽ ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും നമ്മുടെ പ്രവർത്തന രീതി അല്ലാത്തത് കൊണ്ട് നമ്മൾ അത്തരത്തിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ ആശയങ്ങളുമായി അതിൻ്റെ പ്രചാരകരായി അദ്ദേഹം മുന്നോട്ട്. നമുക്കത് അദ്ദേഹത്തിൻ്റെ ജലധാര എന്ന് പറയുന്ന മാസിക അത് എപ്പോഴും പുറത്തിറക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. എങ്കിൽ പോലും അതിനകത്ത് നമ്മുടെ ആവശ്യങ്ങൾ അടിസ്ഥാനത്തിലുള്ള ധാരാളം ലേഖനങ്ങളും അതിനകത്ത് വന്നു. അപ്പോൾ അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം അവസാനം ഞാൻ ഈ കാണുന്നത് അദ്ദേഹത്തെ ഈ നമ്മുടെ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ കലാനാഥൻ മാഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ കാണുകയാണ്. നമ്മളൊരു അനുസ്മരണം നടത്തി. അപ്പം അതിനെ തുടർന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് സാറേ ചേർത്തെ വിളിക്കും. അതൊരു നമുക്ക് ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പ്രദീപ് സാറേ എന്ന് വിളിക്കും. പ്രദീപ് സാറേ, എനിക്ക് ഈ ബോഡി മരണശേഷം മെഡിക്കൽ കോളേജിൽ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സാർ വരട്ടെ, സാർ അങ്ങനെ ചാടി പിടിച്ചൊരു തീരുമാനം എടുത്താൽ അത് പ്രായോഗികമാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കുടുംബം ആദ്യം അതിനുള്ള തയ്യാറെടുക്കണം. നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കേണ്ട ബാധ്യത കുടുംബത്തിനാണ്. അപ്പം ഞാൻ വരാം, സാറിൻ്റെ കുടുംബത്തിലുള്ള ആളുകളുമായി ഞാൻ സംസാരിക്കാം, അതിനൊക്കെ ശേഷം നമുക്ക് സമയമുണ്ടല്ലോ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ പടിപടിയായുള്ള വളർച്ച ജാതി സംഘടനയിൽ നിന്ന് മതവിരുദ്ധമായ സംഘടനയിലെത്തുന്നു. മതവിരുദ്ധമായ സംഘടനയിൽ നിന്ന് മതവും ജാതിക്കും ദൈവത്തിനും ഒക്കെ എതിരായ യുക്തിവാദത്തിലേക്കുള്ള നടന്ന കയറ്റം അദ്ദേഹം പതുക്കെ ചെയ്തു വന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ അദ്ദേഹം കടന്നു വന്ന ഒരുപാട് മേഖലകൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഈ NGO യൂണിയൻ ആയാലും ശരി തന്നെ, അത് കഴിഞ്ഞ് ജോയിന്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സമയമായാലും ശരി തന്നെ, പിന്നീട് കോൺഗ്രസ് എസ്സിൽ വന്ന ശേഷമുള്ള സമയമായാലും ശരി തന്നെ, അതുപോലെ ഇത്തരം സംഘടനകൾ, ഇപ്പോൾ ലോർഡ് ബുദ്ധ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ദേശീയ സംഘടനയാണ്. അതിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന രംഗം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഏറ്റവും ബഹുമാന്യനായി നമുക്ക് കണക്കാക്കാവുന്ന മനുഷ്യൻ, ആശയങ്ങളെ കാലാകാലങ്ങളിലുള്ള പരിവർത്തനത്തിലൂടെ മാറ്റി സ്വന്തം ജീവിതം മാറ്റി എഴുതിയ മനുഷ്യൻ. ആ നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞു പോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകരുടെയും അദ്ദേഹത്തെ പോലെ ഇത്രയും ലാളിത്യമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയ നഷ്ടമായി തന്നെ അവശേഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നമ്മെപ്പോലുള്ള പൊതുപ്രവർത്തകർക്കും യുക്തിവാദി സംഘത്തിനും ഒക്കെ ഉണ്ട നഷ്ടത്തിൽ എൻ്റെ ദുഃഖവും കൂടി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ തുറന്ന് സംസാരിക്കുന്നതിന്